ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇവിടെ പറയണത് എഫിഷ്യൻസിയുടെ എക്സാമ്പിൾസ് ആണ്. പിന്നെ രണ്ടെണ്ണം അൺബയാസ്നെസിൻ്റെ ഉണ്ട്. അൺബയാസ്നെസിൻ്റെ ആണ് കൂടുതൽ എക്സാമ്പിൾ വന്നേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എഫിഷ്യൻസിയുടെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. എക്സാമിൻ വെദർ ദ എസ്റ്റിമേറ്റ്സ് ആർ അൺബയാസ്ഡ് ആൻഡ് കമ്പയർ ദെയർ എഫിഷ്യൻസി. അപ്പോൾ ആദ്യം അൺബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ആൻഡ് അവരുടെ എഫിഷ്യൻസി കമ്പയർ ചെയ്യാനായിട്ട്. From normal population n mu sigma, given statistic T1 equal to x1, T2 equal to x1 plus x2 by 2, T3 equal to x1 plus x2 plus x3 by 3, etc. Tn equal to x1 plus x2 plus etc. xn divided by n. The random sample xi till the normal distribution with population mean mu. അതായത് ഇവിടുത്തെ നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യണം. T1 എന്ന് പറയുന്നത് x1, T2 എന്ന് പറയുന്നത് x1 plus x2 by 2, T3 എന്ന് പറയുന്നത് x1 plus x2 plus x3 divided by 3, അങ്ങനെ എക്സെട്ര. Tn എന്ന് പറയുന്നത് x1 plus x2 plus etc. xn divided by n. അപ്പൊ ഈ ഓരോന്നിന്റെയും T1, T2, etc. Tn അൺബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മീൻ മ്യൂ ആണോ നോക്കുക ആൻഡ് അവരുടെ എഫിഷ്യൻസി കമ്പയർ ചെയ്യാം. എഫിഷ്യൻസി നമ്മൾ വേരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് വേരിയൻസ് കുറയും തോറും എഫിഷ്യൻസി കൂടും. അപ്പൊ ഒരു T1, T2 എഫിഷ്യൻസി കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 ആണെന്നുണ്ടെങ്കിൽ T1 ആയിരിക്കും കൂടുതൽ എഫിഷ്യന്റ്. വേരിയൻസ് ഏതിനാണോ കുറവ് അതായിരിക്കും കൂടുതൽ എഫിഷ്യന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എക്സ്പെക്ടേഷൻസ് നോക്കാം. ഇ ഓഫ് T1 എന്ന് പറയുന്നത് ഇ ഓഫ് x1 ആണ്, അത് മ്യൂ ആണ്. കാരണം ഇ ഓഫ് x ഇവിടുത്തെ മെയിൻ മ്യൂ ആണ്. ഇനി T2 എന്ന് പറയുമ്പോൾ ഇ ഓഫ് x1 plus x2 by 2. അപ്പൊ 1/2 പുറത്തേക്ക് എടുത്തു. ഇ ഓഫ് x1 plus ഇ ഓഫ് x2. ഇ ഓഫ് x1 മ്യൂ ആണ്, ഇ ഓഫ് x2 മ്യൂ ആണ്. അപ്പൊ 2 മ്യൂ by 2 എന്ന് പറയുമ്പോൾ മ്യൂ തന്നെ കിട്ടി. T3 എന്ന് പറയുന്നത് ഇ ഓഫ് x1 plus x2 plus x3 divided by 3. അപ്പൊ 1/3 പുറത്തേക്ക് എടുത്തിട്ട് ഇ ഓഫ് x1 plus ഇ ഓഫ് x2 plus ഇ ഓഫ് x3. ഓരോന്നും മ്യൂ ആണ്. അപ്പൊ 3 മ്യൂ ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ മ്യൂ എക്സെട്ര. അങ്ങനെ ഇ ഓഫ് Tn കാണുമ്പോൾ ഇ ഓഫ് x1 plus x2 plus etc. xn ഡിവൈഡഡ് ബൈ n. 1/n പുറത്തേക്ക് എടുത്തിട്ട് ഇ ഓഫ് x1 plus ഇ ഓഫ് x2 plus etc. ഇ ഓഫ് xn. ഓരോന്നും മ്യൂ ആണ്. അപ്പൊ n മ്യൂ ഡിവൈഡഡ് ബൈ n എന്ന് പറയുമ്പോൾ മ്യൂ എന്ന് കിട്ടി. അപ്പൊ ഓരോന്നും എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് മ്യൂ ആയതുകൊണ്ട് അൺബയാസ്ഡ് ആണ്. ഇനി നമുക്ക് വേരിയൻസ് കാണാം. വേരിയൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗിവൺ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. x1 x2 ഓരോന്നിന്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് x1 തന്നെ ആയതുകൊണ്ട് സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസ് ഓഫ് T2 എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് x1 plus x2 by 2. വേരിയൻസിൽ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ സ്ക്വയർ ആയിട്ടാണ് വരിക. അപ്പൊ 1/2 അല്ല നമ്മൾ പുറത്തേക്ക് എടുക്കുക, 1/4 ആണ്. 1/4 into വേരിയൻസ് ഓഫ് x1 plus വേരിയൻസ് ഓഫ് x2. അപ്പൊ അവിടെ 2 സിഗ്മ സ്ക്വയർ ബൈ 4 എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ 2 എന്നാണ് കിട്ടുക. അടുത്തത് വേരിയൻസ് ഓഫ് T3 എന്ന് പറയുമ്പോൾ വേരിയൻസ് ഓഫ് x1 plus x2 plus x3 ഡിവൈഡഡ് ബൈ 3. അപ്പൊ 1/3 അല്ല 1/9 ആണ് പുറത്തേക്ക് എടുക്കുക. ഇൻറ്റു വേരിയൻസ് ഓഫ് x1 plus വേരിയൻസ് ഓഫ് x2 plus വേരിയൻസ് ഓഫ് x3. ഓരോന്നും സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ 3 സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും എക്സെട്ര. അങ്ങനെ വേരിയൻസ് ഓഫ് Tn ചെയ്യുമ്പോൾ 1/n സ്ക്വയർ ഇൻറ്റു n സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ n. അപ്പൊ ഓരോന്നിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ സിഗ്മ സ്ക്വയർ, പിന്നെ സിഗ്മ സ്ക്വയർ ബൈ 2, സിഗ്മ സ്ക്വയർ ബൈ 3 എക്സെട്ര സിഗ്മ സ്ക്വയർ ബൈ n. അപ്പൊ ക്ലിയർലി സിഗ്മ സ്ക്വയർ ആണ് സിഗ്മ സ്ക്വയർ ബൈ 2വിനേക്കാളും വലുത്. അത് സിഗ്മ സ്ക്വയർ ബൈ 3യേക്കാളും വലുതാണ് എക്സെട്ര. ലാസ്റ്റ് ആണ് സിഗ്മ സ്ക്വയർ ബൈ n. അപ്പൊ വേരിയൻസ് ഏറ്റവും കൂടിയത് T1 ആണ്. അതായത് T1ന്റെ വേരിയൻസ് ഗ്രേറ്റർ ദാൻ T2, ഗ്രേറ്റർ ദാൻ T3 എക്സെട്ര അങ്ങനെ Tn. അപ്പൊ വേരിയൻസ് ഏറ്റവും കുറഞ്ഞതാണ് കൂടുതൽ എഫിഷ്യന്റ്. അപ്പൊ Tn ആണ് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ളത്, T1 ആണ് ഏറ്റവും കുറവ് എഫിഷ്യന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇൻ ജനറലി Tn ഈസ് മോർ എഫിഷ്യന്റ് ദാൻ Tn-1 എന്ന് പറയും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. അതായത് അൺബയാസ്നെസ് ആണോ നോക്കുക, അപ്പൊ ഓരോന്നിന്റെ എക്സ്പെക്ടേഷൻ മ്യൂ ആണോ നോക്കുക. നമ്മുടെ എഫിഷ്യന്റ് നോക്കുന്നത് വേരിയൻസ് വെച്ചിട്ടാണ്. വേരിയൻസ് ഓരോന്നിന്റെയും കണ്ടു, കമ്പയർ ചെയ്തു. അപ്പൊ ഏറ്റവും കുറവ് വേരിയൻസ് ഉള്ളതാണ് കൂടുതൽ എഫിഷ്യന്റ്. അപ്പൊ ഇവിടെ Tn ആണ് കൂടുതൽ എഫിഷ്യന്റ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ.
x1 x2 extra xn ആണെന്ന് തോന്നുന്നു അല്ല x3 ഇവിടെ എക്സെട്ര വേണ്ട x1 x2 x3 are 3 independent observations from the population with mean mu variance sigma square. T1 എന്ന് പറയുന്നത് x1 plus x2 minus x3, T2 എന്ന് പറയുന്നത് 2x1 plus 3x2 minus 4x3. Compare the efficiencies of T1 and T2. T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്. ഇതിന്റെ എഫിഷ്യൻസി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അൺബയാസ്ഡ്നെസ് ആണെന്ന് നോക്കണം. ഇ ഓഫ് അൺബയാസ്ഡ് ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് വേരിയൻസ് വെച്ചിട്ട് എഫിഷ്യൻസി കമ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോ ആദ്യം തന്നെ ഇ ഓഫ് T1 എന്ന് പറയുന്നത് ഇ ഓഫ് x1 plus x2 minus x3. അപ്പോ ഓരോന്നും മ്യൂ ആണ്. അപ്പൊ മ്യൂ പ്ലസ് മ്യൂ മൈനസ് മ്യൂ എന്ന് വരും. അപ്പൊ മ്യൂ എന്ന് കിട്ടി. അടുത്തത് അപ്പൊ T1 അൺബയാസ്ഡ് ആണ്. T2 എന്ന് പറയുമ്പോൾ 2x1 plus 3x2 minus 4x3 ആണ്. അപ്പോ ഓരോന്നിനും 2 into e of x1 plus 3 into e of x2 minus 4 into e of x3. അപ്പൊ 2 mu plus 3 mu minus 4 mu. അപ്പൊ 5 mu minus 4 mu എന്ന് പറയുമ്പോൾ mu കിട്ടും. അപ്പൊ T1 T2 അൺബയാസ്ഡ് ആണ്. അടുത്ത വേരിയൻസ് ചെക്ക് ചെയ്യുക. അപ്പൊ ഓരോ വേരിയൻസും സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. വേരിയൻസ് ഇതെങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ -1 into x3 എന്നല്ലേ. അപ്പൊ ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 ഇവിടെ -1 into x3 ആണ്. അപ്പൊ -1 പുറത്തേക്ക് എടുക്കുമ്പോൾ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പൊ -1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണ്. 1 into വേരിയൻസ് ഓഫ് x3 എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ പ്ലസ് ആയത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്വയർ വരണ കാരണം കൊണ്ട്. അപ്പൊ 3 സിഗ്മ സ്ക്വയർ വരും. ഇവിടെ അതുപോലെ തന്നെ അതായത് കോൺസ്റ്റൻസ് പുറത്തേക്ക് എടുക്കുമ്പോൾ സ്ക്വയേഴ്സ് ആയിട്ടാണ് വരിക. 4 വേരിയൻസ് ഓഫ് x1 പ്ലസ് 9 വേരിയൻസ് ഓഫ് x2 മൈനസ് 4ന്റെ സ്ക്വയർ 16 വേരിയൻസ് ഓഫ് x3. അപ്പൊ 4 പ്ലസ് 9 പ്ലസ് 16 സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 എന്ന് കിട്ടും. അപ്പൊ 3 സിഗ്മ സ്ക്വയറും ഉണ്ട്, 29 സിഗ്മ സ്ക്വയറും ഉണ്ട്. വലുത് 29 ആണ്. അപ്പൊ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 ആണ്. അപ്പൊ അതുകൊണ്ട് T1 ആണ് മോർ എഫിഷ്യന്റ്. ഇനി അതിന്റെ റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് T1 ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് T2. അത് 3 ഡിവൈഡഡ് ബൈ 29. അപ്പൊ 0.103 എന്ന് കിട്ടും. അത് ലെസ് ദാൻ 1. അപ്പൊ മോർ എഫിഷ്യന്റ് T1 ആണ്. ഓക്കെ, ഇനി ഇത് അൺബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പൊ എഫിഷ്യൻസി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ അൺബയാസ്ഡ്നെസ് ആണോ അൺബയാസ്ഡ് ആണോ നോക്കുക. പിന്നെ അപ്പൊ അതായത് എക്സ്പെക്ടേഷൻ കാണാം. എക്സ്പെക്ടേഷൻ ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ ആണോ നോക്കുക. പിന്നെ വേരിയൻസ് കാണുക, വേരിയൻസ് കമ്പയർ ചെയ്യുക. വേരിയൻസ് കുറഞ്ഞതായിരിക്കും കൂടുതൽ എഫിഷ്യന്റ്. പിന്നെ റിലേറ്റീവ് എഫിഷ്യൻസി വേണമെങ്കിൽ ഇങ്ങനെ കാണാം, ഡിവൈഡ് ചെയ്താൽ മതി. അടുത്തത് let x1 x2 extra xn be random sample from a Poisson distribution with parameter lambda. Suggest any 3 unbiased estimator for lambda. ഏതെങ്കിലും 3 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ സജസ്റ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ കണ്ട പോലെ എടുത്താൽ മതി. x1 ആയിട്ട് ക്യാപിറ്റൽ x1 എന്ന് പറയുന്നത് ഇ ഓഫ് സ്മോൾ x1, അത് ലാംഡ തന്നെയാണ്. x2 ആയിട്ട് x1 plus x2 by 2 എടുത്തു കഴിഞ്ഞാൽ 1/2 into 2 ലാംഡ ഈക്വൽ ടു ലാംഡ കിട്ടും. x3 ആയിട്ട് x1 plus x2 plus x3 ഡിവൈഡഡ് ബൈ 3 എടുത്താൽ മതി. അപ്പൊ 1/3 into 3 ലാംഡ എന്ന് വരുമ്പോൾ ലാംഡ എന്ന് കിട്ടും. അപ്പൊ 3 എണ്ണം നമ്മൾ ക്യാപിറ്റൽ x1 x2 x3 എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അതായത് x1 എന്ന് പറയുന്നത് സ്മോൾ x1 ഉം x2 എന്ന് പറയുമ്പോൾ x1 plus x2 by 2 ഉം x3 എന്ന് പറയുമ്പോൾ x1 plus x2 plus x3 by 3. ഇപ്പൊ 4ലാണ് ചോദിക്കണേ എന്നുണ്ടെങ്കിൽ നാലാമത്തെ എന്ന് പറയുന്നത് x1 plus x2 plus x3 plus x4 divided by 4. In general, x1 plus x2 plus x3 etc. xn divided by n എന്ന് എടുത്താൽ മതി. ഓക്കെ, അടുത്തത് let P be the proportion defective of items produced a machine. N items produced by the machine are examined. The random variables xi is defined as follows. Xi equal to 1 if ith item is defective. Xi equal to 0
if it is not defective. അതായത് ഒരു ഐറ്റംസിന്റെ ഇത് പറയാണ്, അതായത് അത് ഡിഫക്റ്റീവ് ആണോ അത് ഡിഫക്റ്റീവ് അല്ലേ എന്ന് പറയാണ്. അപ്പൊ xi എന്ന് പറയുന്നത് 1 വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫക്റ്റീവ് ആണ്, ith ഐറ്റം. ഇനി 0 ആണെന്നുണ്ടെങ്കിൽ ith ഐറ്റം എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് അല്ല. ഷോ ദാറ്റ് t equal to summation xi. If t equal to summation xi, then t by n is an unbiased estimator of p, and t into t minus 1 divided by n into n minus 1 unbiased estimator of p square. അതായത് നമുക്ക് കാണിക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് ടി ബൈ എൻ എന്ന് പറയുന്നത് പി ആണെന്ന് കിട്ടണം. എക്സ്പെക്ടേഷൻ ഓഫ് ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ മൈനസ് 1 എന്ന് പറയുന്നത് പി സ്ക്വയർ ആണെന്ന് കിട്ടണം. ബട്ട് ടി ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ. ഓക്കെ, അപ്പൊ ബെർണോളി ആണ് ഇവിടെ. എക്സ് എന്ന് പറയുന്നത് രണ്ട് വാല്യൂസേ ഉള്ളൂ, 0 1. 0 ആകുമ്പോൾ 1 മൈനസ് പി ആണ് അവിടുത്തെ ഫംഗ്ഷൻ, 1 ആകുമ്പോൾ പി ആണ്. അപ്പൊ ഇ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് 0 ഇൻറ്റു 1 മൈനസ് പി പ്ലസ് 1 ഇൻറ്റു പി, പി എന്ന് വന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ പി ആണ്. എക്സ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് പി പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു പി, അതായത് പി തന്നെ കിട്ടും. വേരിയൻസ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ പി മൈനസ് പി സ്ക്വയർ, അപ്പൊ അതായത് പി ഇൻറ്റു 1 മൈനസ് പി എന്ന് വരും. ഇനി ടി നമ്മള് സമ്മേഷൻ എക്സ് ഐ ആയിട്ട് എടുത്തു. ഇതിന്റെ പ്രോബ്ലം ഇങ്ങനത്തെ ബെർണോളിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വേറെയാണ്, ഇങ്ങനത്തെ ടൈപ്പ് തന്നെ. ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ടി ബൈ എൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് ബാർ എന്നുള്ള അർത്ഥം വരും, അതായത് സമ്മേഷൻ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത്. അപ്പൊ 1 ബൈ എൻ പുറത്തേക്ക് എടുത്തു. എക്സ്പെക്ടേഷൻ എൻ ഓരോ ടൈംസ്, അതായത് ഇ ഓഫ് എക്സ് വൺ പ്ലസ് ഇ ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്ര ഇ ഓഫ് എക്സ് എൻ, ഓരോന്നും പി ആണ്. അപ്പൊ എൻ ടൈംസ് പി വരും. എൻ പി ഡിവൈഡഡ് ബൈ എൻ, എൻ എൻ ക്യാൻസൽ ചെയ്ത് പോയി പി എന്ന് വന്നു. അപ്പൊ ഇ ഓഫ് ടി ബൈ എൻ പി ആണ്. അപ്പൊ ടി ബൈ എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പി, അതാണ് നമുക്ക് ഫസ്റ്റ് കാണിക്കേണ്ടിരുന്നത്. അടുത്തത് നമുക്ക് കാണിക്കേണ്ടത് ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ മൈനസ് 1 എന്ന് പറയുന്നത് പി സ്ക്വയറിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അപ്പൊ നമ്മൾ 1 ബൈ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇ ഓഫ് ടി ഇൻറ്റു ടി മൈനസ് 1, അതായത് ടി സ്ക്വയർ മൈനസ് ടി. അപ്പൊ നമുക്ക് ഇ ഓഫ് ടി സ്ക്വയർ മൈനസ് ഇ ഓഫ് ടി. അപ്പൊ നമുക്ക് ഇ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നേരത്തെ 1 ബൈ എൻ ഉണ്ടായിരുന്നു. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ എക്സ് ഐ. അപ്പൊ ഇ ഓഫ് എക്സ് വൺ പ്ലസ് ഇ ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്ര ഇ ഓഫ് എക്സ് എൻ ഓരോന്നുകളും പി ആണ്. അപ്പൊ എൻ പി എന്ന് വന്നു. അടുത്തത് നമുക്ക് ഇ ഓഫ് ടി സ്ക്വയർ കാണണം. അത് നമുക്ക് അറിയില്ല, എക്സ് ഐയുടെ സ്ക്വയർ ആണ്. അത് വേരിയൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. വേരിയൻസ് ഇ ഓഫ് ടി സ്ക്വയർ മൈനസ് ഇ ഓഫ് ടി ഹോൾ സ്ക്വയർ. വേരിയൻസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. നമുക്കപ്പോ പി ഇൻറ്റു 1 മൈനസ് പി എന്നാണ് ഒരെണ്ണത്തിന്റെ കിട്ടിയത്. അങ്ങനെ n ടൈംസ് ഉണ്ടാവും. അപ്പോ അത് വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഐ ആണ്. അപ്പൊ വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്ര വേരിയൻസ് ഓഫ് എക്സ് എൻ, ഓരോന്നിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് പി ഇൻറ്റു 1 മൈനസ് പി ആണ്. അപ്പൊ n ടൈംസ് വരുമ്പോൾ എൻ പി ഇൻറ്റു 1 മൈനസ് പി. ഇ ഓഫ് ടി സ്ക്വയർ അറിയില്ല. ഇ ഓഫ് ടി എന്ന് പറയുന്നത് എൻ പി ആണ്, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൻ സ്ക്വയർ പി സ്ക്വയർ. അത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇ ഓഫ് ടി സ്ക്വയറിന്റെ വാല്യൂ കിട്ടും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ 1 അതായത് ഇ ഓഫ് ടി സ്ക്വയറിന്റെ എക്സ്പെക്ടേഷൻ ഈ ഇക്വേഷനിൽ 1 ബൈ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇ ഓഫ് ടി സ്ക്വയർ ഇപ്പൊ കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ ഓഫ് ടിയുടെ വാല്യൂ നമുക്കറിയാം എൻ പി, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എൻ എൻ ക്യാൻസൽ ചെയ്ത് പോയി, എൻ മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോയി. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോ ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ മൈനസ് 1 എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പി സ്ക്വയർ. അപ്പൊ അൺബയാസ്ഡ്നെസ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ ഇന്നലെ കൺസിസ്റ്റൻസിയുടെ എക്സാമ്പിൾ ചെയ്തു. കൺസിസ്റ്റൻസിയുടെ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ പോപ്പുലേഷൻ മീൻ ആണോ നോക്കുക, അതായത് അൺബയാസ്ഡ് ആണോ നോക്കണം, പ്ലസ് വേരിയൻസ് ടെൻസ് ടു 0 ആണോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ 2 കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്. ഇവിടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യണത് വേരിയൻസ് കുറയുമ്പോഴും എഫിഷ്യൻസി കൂടും. അപ്പൊ അത് നോക്കാം. ആദ്യം അൺബയാസ്ഡ് ആണോ ചെക്ക് ചെയ്യുക. ഇനി അൺബയാസ്ഡ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് എക്സ്പെക്ടേഷൻ ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ ആണോ നോക്കുക. അതായത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഇതിന്റെ പി സ്ക്വയറിന്റെ അൺബയാസ്ഡ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ ഈക്വൽ ടു പി സ്ക്വയർ ആണോ ചെക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോ ഇനി സഫിഷ്യൻസിയുടെയും കൂടെ എക്സാമ്പിൾ ഉണ്ട്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം കഴിഞ്ഞു. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഇപ്പൊ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എസ്റ്റിമേഷൻ ആയിരുന്നു. അതായത് ഒരു സിംഗിൾ വാല്യൂ ആണ് നമുക്ക് ആ സിംഗിൾ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് അൺനോൺ ആയിട്ടുള്ള പാരാമീറ്റേഴ്സിന്റെ വാല്യൂ കിട്ടും എന്നുണ്ടെങ്കിൽ അതാണ് പോയിന്റ് എസ്റ്റിമേഷൻ. ആ പോയിന്റിനെയാണ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. വാല്യൂ ആണ് എസ്റ്റിമേറ്റഡ് വാല്യൂ. അപ്പൊ ഇനി ഗുഡ് എസ്റ്റിമേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പോയിന്റ് എസ്റ്റിമേറ്ററിലെ ഗുഡ് എസ്റ്റിമേറ്റർ അതിന്റെ 4 പ്രോപ്പർട്ടി ആണ് നമ്മളിപ്പോ പഠിച്ചത്. അൺബയാസ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, സഫിഷ്യൻസി. അപ്പൊ അതിന്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഫിഷ്യൻസിയുടെയും കൂടെ എക്സാമ്പിൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരും. പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. അതായത് എസ്സേ ആയിട്ടും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. എസ്സേ എന്ന് പറയുമ്പോൾ അതായത് ഗുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 എഴുതുക. അതായത് 4 ഡെഫിനിഷൻ എഴുതുക. വേണമെങ്കിൽ ഓരോ എക്സാമ്പിൾസും കൊടുക്കുക. അതായത് കൺസിസ്റ്റൻസി ആയിട്ടുള്ള, അതായത് ഇപ്പൊ സാമ്പിൾ മീൻ കൺസിസ്റ്റന്റ് ആണ്, പിന്നെ സാമ്പിൾ വേരിയൻസ് കൺസിസ്റ്റന്റ് അല്ല, അങ്ങനെ എക്സാമ്പിൾ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ചിലപ്പോ അതായത് ഓരോന്നും, അതായത് എന്താണ് എഫിഷ്യൻസി, എന്താണ് സഫിഷ്യൻസി, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നല്ല ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് നമ്മളിങ്ങനെ ഓരോ എക്സാമ്പിളും ഒക്കെ ചെയ്യിപ്പിച്ച് പതുക്കെ പോണത്. അപ്പൊ ഇത് ഇനി സഫിഷ്യൻസിയുടെ എക്സാമ്പിളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അത് നാളെ എടുക്കാം. ഓക്കെ, താങ്ക് യു.